feel very gloomy when you're sitting in your house? ചില സമയത്ത് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാണ്ടിരിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാവാറുണ്ടോ? Then we have the remedy for you, and that is feng shui. ചൈനീസ് ഒരു ബിലീഫ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്പേസിലും ഒരു നെഗറ്റീവ് എനർജി ആൻഡ് പോസിറ്റീവ് എനർജി ഉണ്ട്. ഈ പോസിറ്റീവ് എനർജീനെ എത്രത്തോളം എൻഹാൻസ് ചെയ്യാം ആൻഡ് നെഗറ്റീവ് എനർജീനെ എത്രത്തോളം സപ്രസ് ചെയ്തിട്ട് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബ്രിങ് എ ലോട്ട് ഓഫ് ഫോർച്യൂൺ ആൻഡ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ് സ്റ്റൈൽ. സോ ചിത്ര, എത്രത്തോളം ഫെങ് ഷുയ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം? ആക്ച്വലി ഫെങ് ഷുയ് വർക്ക്സ് ഓൺ ദ ബേസ് ഓഫ് ദ 5 elements. നമ്മുടെ ചുറ്റുമുള്ള പഞ്ചഭൂതങ്ങളുടെ ബേസിലാണ് ഫെങ് ഷുയ് വർക്ക് ചെയ്യുന്നത്. ഫെങ് ഷുയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു എനർജി ലെവലുണ്ട്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഫീൽഡുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഭൂമിക്കും ഈ എനർജി ഫീൽഡ് അതിൻ്റെ വലിയ സ്കെയിലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ എനർജി ഫീൽഡിന്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു റൂമിൻ്റെ എനർജി ഫീൽഡിന്, അതല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഒരു എനർജി ഫീൽഡിന് നമ്മളുടെ ഈ വലിയ പാർട്ടായ എർത്തിൻ്റെ എനർജി ഫീൽഡുമായിട്ട് നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ അത് ഒരേ ഡയറക്ഷനിലേക്ക് നമ്മളത് കോറിലേറ്റ് ചെയ്യുമ്പോൾ എർത്ത് വഴി നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളൊരു ലക്കുണ്ട്. എന്നുവെച്ചാൽ മൊത്തത്തിലുള്ള നമ്മുടെ ഒരു ഓൾ ടുഗെദർ ലക്ക് ഒരു 100% ലക്കിൻ്റെ ജസ്റ്റ് ഒരു 30% ആണ് നമ്മൾ എർത്ത് ലക്ക് വഴി നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 30% നമ്മുടെ ലൈഫിലോട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇൻ ലൈഫ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും വി ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. ലൈക്ക് ജോലിപരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവാം, അതല്ലെങ്കിൽ എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടേജ് അതിൻ്റെ ഇൻക്രീസ് ആവാം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ ഇൻക്രീസ് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരികയാണ് ഫെങ് ഷുയ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. നമ്മൾ പലരും വാസ്തു നോക്കാതെ ആയിരിക്കും വീട് പണിയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെ നമുക്ക് ഒരു ബിൽഡ് ഇൻ ഹൗസിൽ നമുക്ക് എങ്ങനെ ഈ കോൺസെപ്റ്റ് ഇൻകുൽക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഈ ഫെങ് ഷുയ് കോൺസെപ്റ്റ് നമുക്ക് എങ്ങനെ ഈ ഫ്രണ്ട് എൻട്രൻസ് തൊട്ട് വീട്ടിലേക്ക് വരെയുള്ള ഏരിയയിൽ നമുക്ക് എങ്ങനെ ഇൻകുൽക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ സാധാരണ കേരളത്തിൽ പ്രത്യേകിച്ചും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്കാണ് മെയിൻ ഗേറ്റിൻ്റെ 2 സൈഡിലും ലയൺസിൻ്റെ സ്റ്റാച്യൂസ് വെക്കുക എന്നുള്ളത്. സിംഹങ്ങളുടെ സ്റ്റാച്യു നമ്മൾ വയ്ക്കും. പക്ഷേ ഇത് സത്യത്തിൽ നമ്മളത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അങ്ങനെയുള്ള വീടുകളിലെല്ലാം താഴേക്ക് പോരുന്ന ഒരു ഫിനോമിനൻ കാണാൻ പറ്റും. അപ്പോൾ ദ പ്രോബ്ലം ഇസ് ആ ലയൺസിൻ്റെ അത്രയും മാസീവായിട്ടുള്ള എനർജീനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ വീടുകൾക്ക് സാധിക്കില്ല. അതല്ല വലിയൊരു ഒരു 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ ഒരു വീടാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് ദിസ് ലയൺ സ്റ്റാച്യൂസ്, അല്ലെങ്കിൽ അത്രയും വലിയൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു റിസോർട്ടിനൊക്കെ യു ക്യാൻ ഹാവ് ദിസ്. പക്ഷേ നമ്മുടെ യൂഷ്വൽ കോൺസെപ്റ്റിലുള്ള വീടുകൾക്ക് ഈ ലയൺ സ്റ്റാറ്റ്യൂസ് ആർ നോട്ട് ഗുഡ്. അതിന് പകരം ഫുഡ് ഡോഗ്സ് അല്ലെങ്കിൽ പിയാവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോംലി ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്. നമ്മൾ ഈ ആനിമൽസിനെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ട് വരുന്ന നെഗറ്റീവ് എനർജീനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ ആനിമൽ സ്റ്റാറ്റ്യൂസ് നമ്മൾ ഗേറ്റിൻ്റെ 2 സൈഡിലും യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എൻട്രൻസിലേക്ക് വരുമ്പം മെയിൻ ഡോറിൻ്റെ 2 സൈഡിലും അവിടെയും ഈ പറഞ്ഞ പോലെ നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ കസ്റ്റത്തിൽ തന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചെറുനാരങ്ങ, ലൈംസ് നമ്മൾ കോമൺ ആയിട്ട് നെഗറ്റീവ് എനർജീനെ അബ്സോർബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ചൈനീസ് ഓറഞ്ച് പ്ലാന്റ്സ്. അതിൽ ചെറിയ ബൾബ്സ് ഓഫ് ഓറഞ്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും, നല്ല പഴുത്ത ഓറഞ്ചസ്. അപ്പോൾ അത് കാണാനും വളരെ രസമാണ്. ചൈനീസ് ലാംഗ്വേജിൽ കും എന്നാണ് ഓറഞ്ചിനെ പറയുക. ദാറ്റ് കും ഇസ് ഫോർ ഗോൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഗോൾഡ് കളറിൽ ചെറിയ ഈ പ്ലാന്റ് ഓറഞ്ചസ് കിടക്കുമ്പോൾ അത് പ്രോസ്പെറിറ്റിക്കും നല്ലതാണെന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഓറഞ്ച് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആ ഓറഞ്ച് ഫ്രൂട്ട്സ് നെഗറ്റീവ് എനർജീനെ അബ്സോർബ് ചെയ്യാനും നല്ലതാണ്. ഈ കും അല്ലാണ്ട് ഈ ചൈനീസ് ഓറഞ്ച് അല്ലാണ്ട് വേറെ എന്തൊക്കെ വെക്കാം നമുക്ക് എൻട്രൻസിൽ ഫോർ പോസിറ്റീവ് എനർജി? നമ്മൾ നേരത്തെ ഗേറ്റ് പോസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഫുഡ് ഡോഗ്സ് അല്ലെങ്കിൽ പിയാവ് സ്റ്റാറ്റ്യൂസ് വെക്കുന്ന കാര്യം പറഞ്ഞു. ആ സെയിം പ്രിൻസിപ്പിൾ നമ്മൾ മെയിൻ ഡോറിന്റെ 2 സൈഡിലും നമ്മൾ ഫോളോ ചെയ്യണം. ദാറ്റ് ഈസ് മെയിൻ ഡോറിന്റെ 2 സൈഡിലും ഫുഡ് ഡോഗ്സും പിയാവ്സ് നമുക്ക് പെയറിലാണ് വാങ്ങുന്നത്. ഇറ്റ്സ് എ പെയർ. ദോസ് ആർ സെലസ്ട്രിയൽ ഗാർഡിയൻസ്. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന ഈ നെഗറ്റീവ് എനർജി എൻട്രൻസ് ഭാഗത്ത് മിക്കവാറും നമ്മൾ ചെയ്യുന്നതെല്ലാം ആ വീട്ടിലെ എൻട്രൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് മെയിൻ ഡോറിനെ പറ്റിയാണല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ വാട്ടർ ബോഡീസ് അങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല പോസിറ്റീവ് എനർജി വരുമോ? ആ മെയിൻ ഡോറിന് നേരെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ മൂവിങ് വാട്ടർ ഇൻ ഫെങ് ഷുയ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു വെൽത്ത്. അപ്പോൾ ധനം എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ മെയിൻ ഡോറിന് നേരെ ഫ്രണ്ടിൽ നമ്മൾ അനങ്ങുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു വാട്ടർ ബോഡി, ഒരു ഫൗണ്ടൻ ആവാം, അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ആമ്പൽ കുളം പോലെ ഒരു കുളത്തിൽ ജസ്റ്റ് ഈ അക്വേറിയത്തിൽ കൊടുക്കുന്ന പോലെ ഓക്സിജൻ വരുന്ന ഒരു എയർ ട്യൂബ് ഇട്ടിട്ട് വെള്ളം അനങ്ങിയാലും മതി. എന്തെങ്കിലും തരത്തിൽ അനങ്ങുന്ന വെള്ളമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി മൂവിങ്. അപ്പോൾ അങ്ങനെ ഒരു മൂവിങ് വാട്ടർ നമ്മൾ മെയിൻ ഡോറിൻ്റെ നേരെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ
വീട്ടിലേക്ക് മാസീവായിട്ടുള്ള വെൽത്ത് എനർജിയാണ് നമുക്ക് കിട്ടുക. ഇനി വേറൊരു കാര്യമുള്ളത്, മെയിൻ ഡോറിൻ്റെ 2 സൈഡിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ തുമ്പിക്കൈ പൊക്കിയിട്ട് നിൽക്കുന്ന ഒരു ആനയുടെ സ്റ്റാച്ചു, എലിഫൻറ്റ് സ്റ്റാച്ചു വിത്ത് എ ട്രങ്ക് അപ്പ്, അങ്ങനെ ഒരു സ്റ്റാച്ചു ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വീൽ ബി ദ സുപ്രീം ഇൻ ആ ബിസിനസ്. അതുപോലെ തന്നെ വീടിൻ്റെ മെയിൻ ഡോറിന് 2 സൈഡിലും ചെയ്യാം. തുമ്പിക്കൈ താത്തിയിട്ടുള്ള ആന ഇറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്, ബട്ട് ഫോർ ദിസ് തിങ് ഇറ്റ് ഈസ് എ എലിഫൻറ്റ് വിത്ത് എ ട്രങ്ക് അപ്പ്. ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. ഇത് കൂടാതെ നമുക്ക് വേറൊരു കാര്യം നമ്മൾ മെയിൻ ഡോറിന് അവിടെ ശ്രദ്ധിക്കേണ്ടത്, മെയിൻ ഡോറിൻ്റെ ഏരിയ എപ്പോഴും വെൽ ലിറ്റ് ആയിരിക്കണം. എപ്പോഴും ദേ ഷുഡ് ഓൾവേസ് ബി എ ലോട്ട് ഓഫ് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ട്സ് ഓഫ് ലൈറ്റ് ബ്രിങ്സ് ഇൻ ഗുഡ് പോസിറ്റീവ് എനർജി. ഒരു ലൈറ്റ്സ് അധികം ഇല്ലാത്ത റൂംസ് ഇൻ എനർജി ഫോർമേഷനുള്ള റൂംസ് ആയിട്ട്, നമ്മൾ നെഗറ്റീവ് എനർജി ഉള്ള റൂംസ് ആയിട്ടാണ് പറയാം. അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് എൻട്രൻസിൻ്റെ ആ ഏരിയയിൽ 1 or 2 ട്യൂബ് ലൈറ്റ്സ് എപ്പോഴും നമ്മൾ ഓണായിട്ട് ഇടുന്നത് ശ്രദ്ധിക്കണം. ഈവൻ രാത്രി ത്രൂ ഔട്ട് ഇട്ടാലും വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എൻട്രൻസിൽ ശ്രദ്ധിക്കാം. So thanks a lot, Chitra, for joining me and giving me so many valuable tips on feng shui. Thanks a lot. Thanks a lot.